നമസ്കാരം. കഴിഞ്ഞ ഡിസംബർ 28-ന് ഇറാനിൽ ആരംഭിച്ച പ്രക്ഷോഭം രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോൾ 500-ലേറെ പേരാണ് കൊല്ലപ്പെട്ടതായിട്ട് അറിയാൻ കഴിയുന്നത്. പ്രക്ഷോഭകരെ അടിച്ചമർത്തും എന്ന് തന്നെയാണ് ആയത്തുള്ള ഖമേനി ഇപ്പോഴും ഉറച്ചു പറയുന്നത്. എന്നാൽ ആയത്തുള്ള ഖമേനിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇറാൻ നീങ്ങുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലാപത്തിൽ പഴയ സൗരാഷ്ട്രീയൻ മതം തിരിച്ചു വരികയാണോ എന്ന സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് ബുർഖകൾ, പർദ്ദകൾ വലിച്ചു കീറിയെറിയുകയും പള്ളികൾക്ക് തീ കൊളുത്തുകയും ചെയ്തുകൊണ്ട് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അവിടുത്തെ വിദ്യാർത്ഥികളും ഒന്നടങ്കൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും പറയുന്നത്. തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഇസ്ലാം തങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്നത്. നമുക്കറിയാം 1979 മുന്നേ ഉള്ള ഇറാൻ ഒരു ഫാഷൻ ക്യാപിറ്റൽ തന്നെയായിരുന്നു. ആ ഫാഷൻ ക്യാപിറ്റലിൻ്റെ ആ ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് വീണ്ടും ഇറാൻ തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. അതിനപ്പുറം പള്ളികൾ തീ കൊളുത്തുമ്പോൾ ഇതൊരു സാമ്പത്തിക വിപ്ലവത്തിലേക്കോ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്കുള്ള മാറ്റമല്ല, മറിച്ച് മതവിരുദ്ധ കലാപം എന്ന് തന്നെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ സ്ത്രീകളടക്കം സിഗരറ്റ് വെച്ച് കത്തിച്ചുകൊണ്ട് ആണ് അവർ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. 5-ലധികം പള്ളികൾ അവിടെ കത്തിച്ചതായിട്ടും, അതായത് AD 637 അറബുകൾ പേർഷ്യൻ നഗരം ആക്രമിക്കുകയും അവിടുത്തെ സൗരാഷ്ട്രീയൻ മതാനുയായികളെ അവിടുന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുകയുണ്ടായി. അതോടുകൂടിയാണ് വീണ്ടും ഇസ്ലാം പേർഷ്യയെ ഗ്രസിക്കുന്നത്. അതിനുശേഷം ഇസ്ലാം പേർഷ്യയിലേക്ക് ഒരു മുന്നേറ്റം നടത്തുന്നത്, പേർഷ്യയിൽ വീണ്ടും അതൊരു ഇസ്ലാമിക നഗരമാക്കി പരിവർത്തനം ചെയ്യപ്പെടുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. അവിടെ ജീവിച്ചിരുന്ന സൗരാഷ്ട്രീയൻ മതാനുയായികൾ പിന്നീട് ഇന്ത്യയിലേക്ക് കടക്കുകയും പേർഷ്യ പിന്നീട് ഒരു ഇസ്ലാം മതത്തിൻ്റെ കീഴിലേക്ക് മാറുകയും അത് ഇറാനായി മാറുന്ന ഒരു ഘട്ടം പിന്നീട് അങ്ങനെ തുടർന്നുണ്ടാവുകയാണ്. അങ്ങനെ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് AD 637 അപ്പോൾ അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയും ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഇറാൻ ഒരു ജനാധിപത്യപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ലോകത്തിൽ ഒരു ഫാഷൻ ക്യാപിറ്റലായിട്ട് ഇറാൻ മാറുന്ന ഒരു കാഴ്ച പിന്നീടൊക്കെ ലോകം കണ്ടതാണ്. ഏകദേശം 1979 വരെയും ഈ കാഴ്ച തന്നെയാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായി തുടർന്നപ്പോഴും അതിൻ്റെ പഴയ സംസ്കാരം അത് കളഞ്ഞില്ല എന്നുള്ളതായിരുന്നു 1979 വരെയുള്ള ഒരു കാഴ്ച. പിന്നീട് മുല്ലമാരുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഷാ രാജവംശത്തെ പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ അതിനുശേഷം വന്ന ഒരു മുല്ലമാരുടെ നേതൃത്വത്തിൽ വന്ന ഒരു സാമ്രാജ്യം, ഇപ്പോൾ ആയത്തുള്ള ഖൊമേനി ഭരിക്കുന്ന ഈ സാമ്രാജ്യം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടാണ് ഭരണവ്യവസ്ഥ മുന്നോട്ട് നീക്കിയത്. ആ ഭരണവ്യവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്. ആദ്യം ഇതൊരു സാമ്പത്തിക വിപ്ലവമായി കരുതപ്പെട്ടുവെങ്കിലും ഇപ്പോൾ ഇതൊരു മതവിരുദ്ധ കലാപമായിട്ടാണ് അറിയപ്പെടുന്നത്. ഉടൻ തന്നെ തീർച്ചയായിട്ടും അവിടുന്ന് ഇസ്ലാമും പടിയിറങ്ങേണ്ടി വരും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.